നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പീരുമേട് പ്ലാക്കത്തടുത്ത് ആദിവാസി സ്ത്രീ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത. സംഭവത്തിൽ പ്രതിഷേധിച്ച CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം. വണ്ടിപ്പെരിയാറിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. വണ്ടിപ്പെരിയാറിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചു. കേസിൽ പ്രതിയായ വൈശാഖ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. ഇയാളുടെ മൊബൈൽ ഫോൺ, ക്യാമറകൾ, സിം കാർഡ്, പെൻഡ്രൈവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയത്തിലും പ്രാവീണ്യം നൽകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി. സ്കൂളിൽ ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിക്കുമെന്നും റോഷി അഗസ്റ്റിൻ. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. പദ്ധതി തുടങ്ങിയത് സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത പഴങ്ങൾ വിൽപ്പന നടത്തുകയെന്നതിനൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തി. തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. പീരുമേട് പ്ലാക്കത്തടുത്ത ആദിവാസി സ്ത്രീ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയായ സീതയാണ് കൊല്ലപ്പെട്ടത്. ഇവർ ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM-ഉം കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഉച്ചയോടെയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ സീതയും ഭർത്താവും 2 കുട്ടികളും കാട്ടിലേക്ക് പോയത്. പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപത്താണ് ഇവർ താമസിക്കുന്നത്. ഇതിന് തൊട്ടുതാഴെയുള്ള വനമേഖലയിലേക്കാണ് ഇവർ പോയത്. ഈ സമയം കാട്ടിനുള്ളിലുണ്ടായിരുന്ന ആന ഇവരെ ആക്രമിക്കുകയായിരുന്നു. ആദ്യം സീതയുടെ നേരെ പാഞ്ഞെടുത്ത ആന തുമ്പിക്കൈ ഉപയോഗിച്ച് ഇവരെ അടിച്ചു വീഴ്ത്തി. ഇത് കണ്ട് ഭർത്താവ് ബിനു ഓടിയെത്തിയപ്പോഴേക്കും ബിനുവിനെയും ആന ആക്രമിച്ചു. പിന്നീട് സീതയുടെ അടുത്തേക്ക് തിരിഞ്ഞ ആന ഇവരെ ചവിട്ടുകയായിരുന്നു. തുടർന്ന് ഭർത്താവും മക്കളും ചേർന്ന് സീതയെ ചുമന്നുകൊണ്ട് കാടിന് പുറത്തെത്തിച്ചു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് ഭർത്താവ് ബിനു പറഞ്ഞു. കാട്ടുപത്രത്തിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് പോയത്. രാവിലെ രാവിലെ മഴയാണ് ഞങ്ങൾ പോയി. ഞങ്ങൾ ഉച്ചയൊക്കെയായപ്പോൾ ശാരന തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടി എറിയുക. എത്ര ആന ഉണ്ടായിരുന്നു? ഒരെണ്ണത്തിനെ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ താഴെയൊക്കെ മുളയൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഒന്നല്ല, അതിൽ കൂടുതൽ ആന ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പമ്പ നിന്നാൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരു കൊമ്പനാനയായിരുന്നു. എനിക്ക് ഇവിടെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത അന്നപ്പോൾ എന്നെ എടുത്തെടുത്തു. ബിനുവിനും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി. CPM-ന്റെ നേതൃത്വത്തിൽ പീരുമേട് വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പീരുമേട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സീതയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വണ്ടിപ്പെരിയാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളിയായ അന്തോണിയെയാണ് കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചത്. അന്തോണിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്തോണിയെ കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ തലയ്ക്കും കൈക്കും കാലിനും അന്തോണിക്ക് പരിക്കേറ്റു.
തുടർന്ന് കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ അന്തോണിയെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കനത്ത മൂടൽമഞ്ഞ് മൂലം ഇതുവഴി കാട്ടാന എത്തിയത് അന്തോണി കണ്ടിരുന്നില്ല. ആന അന്തോണിയെ തുമ്പിക്കൈകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായി വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രം മേഖലയിൽ കാട്ടാനക്കൂട്ടം സ്ഥിരമായി എത്താറുണ്ടെന്നും വനംവകുപ്പിൽ അറിയിച്ചിട്ട് യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. മഞ്ഞായിരുന്നു വന്ന ഉടനെ എല്ലാത്തിനെയും മൂന്നിനെയും പിടിക്കുകയും ചെയ്താ. പുള്ളിയെ മാത്രം പിടിച്ചപ്പോൾ ഞങ്ങൾ കാരി കൂടി കൊണ്ട് ആന എടുത്ത് ചവിട്ടാതെ നിന്നപ്പോഴാണ് ഞങ്ങളെല്ലാം കാര്യപ്പോൾ അത് വിട്ടിട്ട് പോയി. ഇല്ലെങ്കിൽ അന്നേരം ചവിട്ടി കൊന്നേനെ. ഞങ്ങൾ കണ്ടില്ല, വിരച്ച് ഞങ്ങളെ താഴെ വീണാണ് ഓടിയത്. മേഖലയിലെ കാട്ടാന ആക്രമണം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. വണ്ടിപ്പെരിയാറിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചു. കേസിൽ പ്രതിയായ വൈശാഖ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. ഇയാളുടെ മൊബൈൽ ഫോൺ, ക്യാമറകൾ, സിം കാർഡ്, പെൻഡ്രൈവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സൈബർ പോലീസ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്നാണ് പ്രതിയെ വണ്ടിപ്പെരിയാറിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള ക്വാർട്ടേഴ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. നാളുകൾക്ക് മുൻപ് തന്നെ പ്രതി കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. 7 മാസക്കാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തി ജോലി ചെയ്തിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയിട്ടുണ്ടെന്നാണ് വിവരം. 3 മൊബൈൽ ഫോണുകൾ, 3 ഒളിക്യാമറ, 6 സിം കാർഡ്, പെൻഡ്രൈവ് എന്നിവ കുറ്റകൃത്യം നടന്ന ക്വാർട്ടേഴ്സിൽ നിന്നും വൈശാഖ് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. വൈശാഖിനെ കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡും ചെയ്തിരുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയത്തിലും പ്രാവീണ്യം നൽകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളിൽ ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ക്രിയേറ്റീവ് കോർണർ, നവീകരിച്ച മൈതാനം, ഇടുക്കി മീഡിയ ക്ലബ് ജില്ലാതല ഉദ്ഘാടനം എന്നിവയാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ അധിഷ്ഠിത പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്രിയേറ്റീവ് കോർണർ ഒരുക്കിയിരിക്കുന്നത്. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ വിദ്യാർത്ഥികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിന് മൈതാനത്തിന്റെ ആദ്യഘട്ട നവീകരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മീഡിയ ക്ലബിന്റെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മലയോര ഹൈവേയോട് ചേർന്നുള്ള ഭാഗത്ത് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് ഈ മലയോര ഹൈവേ കടന്നു പോകുമ്പോൾ ആ കെട്ട് അവരുടെ കിട്ടിയിരിക്കുന്നത് അത് സ്കൂൾ ഗ്രൗണ്ടിനൊപ്പം ഉയർത്തിക്കിട്ടാൻ ആവശ്യമായ നിർദ്ദേശം ഈ വേദിയിൽ തന്നെ നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. കെട്ടിടത്തിന്റെ ഗവൺമെന്റ് ഭംഗിയായി നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗവൺമെന്റ് ചേർന്ന് കിടക്കുന്ന ഭാഗം കിട്ടുന്നതിന് ആവശ്യമായ സ്വീകരിക്കുന്നതിനോട് സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് മണ്ണാക്ക വെച്ച് മാറ്റിയിട്ടുണ്ട്. കാലാവസ്ഥ മെച്ചപ്പെടുമ്പോൾ അതിന് 3 ലക്ഷം രൂപ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ക്രമീകരണം എന്ന നിലയിൽ MLA ഫണ്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നൽകുന്നതായിരിക്കും. അക്കാദമി രംഗത്തും അതോടൊപ്പം തന്നെ വിദ്യാ മേഖലയിലും എല്ലാവരും പ്രവർത്തിച്ചു വരുന്ന ഈ സ്കൂളിലെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, അതോടൊപ്പം തന്നെ ശിശുമായി നിൽക്കുന്ന PTA കമ്മിറ്റി, പ്രധാനപഞ്ചായത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ജാഗ്രത നടത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് തീർച്ചയായിട്ടും പ്രസിഡന്റ് ന്യായത്തിന് വേദിയുണ്ട്. ഈ സാമ്പത്തിക വർഷം ഈ സ്കൂളിനെ ഭംഗിയായി എഴുതാം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ ഒരുക്കിക്കൊണ്ട് നേർന്നുകൊണ്ട് ജില്ലാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി തങ്കമണി സുരേന്ദ്രൻ, റോയി എവറസ്റ്റ്, വിനോദ് കണ്ണോളി, AM ഷാജഹാൻ, KM ബിനുമോൻ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, സീനിയർ അസിസ്റ്റന്റ് ഷിനു മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു.
മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം. സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത് പഴങ്ങൾ വിൽപ്പന നടത്തുകയെന്നതിനൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയായിരുന്നു പദ്ധതി തുടങ്ങിയത്. തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്നാണ് ആക്ഷേപം. വട്ടവടയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് വട്ടവടയിലെ സ്ട്രോബെറി കൃഷിയാണ്. സീസൺ കാലത്ത് സ്ട്രോബെറിയുടെ മധുരം മൂന്നാറിലും നുകരാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കുക, ആവശ്യക്കാർക്ക് സ്ട്രോബെറി പഴങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ സ്ട്രോബെറി പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത സീസണിൽ വിളവെടുപ്പിന് പാകമാകുന്നതോടെ സഞ്ചാരികൾക്ക് നേരിട്ടിവിടെയെത്തി സ്ട്രോബെറി വാങ്ങാൻ അവസരമൊരുക്കുന്നതായിരുന്നു പദ്ധതി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയെന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ടായിരുന്നു. ഇതിനായി ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്ന് നാട്ടുകാർ പറയുന്നു. സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഹോർട്ടികോർപ്പിൻ്റെ കീഴിൽ സ്ട്രോബെറി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാറിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്യുകയും വരുന്ന വിനോദസഞ്ചാരികൾ നേരിട്ടെത്തി കൃഷിയിൽ നിന്ന് തന്നെ സ്ട്രോബെറികൾ സംഭരിച്ച് ലാഭമുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് വർഷങ്ങൾക്ക് തുടങ്ങിയത്. എന്നാൽ കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും ഇന്ന് ഈ സ്ഥാപനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അവിടെ സ്ട്രോബെറി എന്ന് പറയുന്ന കൃഷിയില്ല. അതുപോലെ തന്നെ പച്ചക്കറികൾ സംഭരിക്കുന്നില്ല. അഴിമതികൾ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ ഇത്രയും കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയിൽ ഇന്ന് കൊണ്ടുവന്ന മിഷനറിയെല്ലാം, അവിടെയുള്ള മിഷനെല്ലാം തുരുമ്പിച്ച് ഒരു അനാഥനെ പോലെ ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാർ ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം നടത്തുകയും ഇത് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ വട്ടവട പോലെയുള്ള മേഖലകളിൽ ഇന്ന് സ്ട്രോബെറി കൃഷിക്ക് വേണ്ടി വിനോദസഞ്ചാരികൾ പോകുന്നത്, അതുപോലെ തന്നെ മൂന്നാറിൽ ഏറ്റവും ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഈ സ്ട്രോബെറി കാലാവസ്ഥ കൊണ്ടും നല്ല നിലയിൽ കൃഷി ചെയ്യാവുന്ന ഈ സ്ട്രോബെറി കൃഷിയെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. നിലവിൽ സ്ട്രോബെറി പാർക്കിന്റെ ഭാഗമായ സ്ഥലത്ത് ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് കൃഷികൾ ഫലപ്രദമായി നടന്നു വരുന്നുണ്ട്. പച്ചക്കറികളുടെ സംഭരണവും നടക്കുന്നു. എന്നാൽ സ്ട്രോബെറി പാർക്കിന്റെ പേരിലുള്ള സ്ട്രോബെറി കൃഷി നിലച്ചു. മൂന്നാറിലെത്തിയാൽ തന്നെ സ്ട്രോബെറിയുടെ മധുരം നുകരാൻ മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളതിനാൽ സ്ട്രോബെറി പാർക്കിനുള്ളിൽ കുറ്റമറ്റ രീതിയിൽ സ്ട്രോബെറി കൃഷി നടപ്പിലാക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ടൂറിസത്തിന് സഹായകരമാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അതേസമയം സ്ട്രോബെറി കൃഷിക്കായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ഹോർട്ടികോർപ്പ് അധികൃതരും അറിയിച്ചു. രാജാക്കാട് ചരസുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. രാജകുമാരി നെടുമറ്റം സ്വദേശികളായ ചെനയപ്പള്ളിയിൽ ബിബിൻ, കുരുമ്പംതടത്തിൽ അശ്വിൻ എന്നിവരാണ് രാജാക്കാട് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 90 ഗ്രാം ചരസാണ് പിടികൂടിയത്. വിനോദസഞ്ചാരത്തിനായി മണാലിക്ക് പോയി തിരികെ എത്തുന്ന യുവാക്കളുടെ കൈവശം ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് രാജാക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. മണാലിയിൽ നിന്ന് ട്രെയിനിന് എറണാകുളത്തെത്തി അവിടെ നിന്നും ബസ്സിൽ രാജാക്കാട് വന്നിറങ്ങിയപ്പോഴാണ് ലഹരി പദാർത്ഥവുമായി പോലീസ് ഇവരെ പിടികൂടിയത്. അടിമാലി മച്ചിപ്ലാവിൽ കനത്ത മഴയിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ. മച്ചിപ്ലാവ് സ്കൂൾപ്പടി സ്വദേശി ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതലിടിഞ്ഞ വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടി. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ കനത്തതോടെ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് മച്ചിപ്ലാവ് സ്കൂൾപ്പടി സ്വദേശി ജോർജ് കുട്ടി. ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തോട് ചേർന്ന് ബലക്ഷമത ഉറപ്പുവരുത്താൻ നിർമ്മിച്ചിരുന്ന സുരക്ഷാ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. ഇതോടെ വീട് അപകടാവസ്ഥയിലായി. കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടി. ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് എൻ്റെ പുരയിടത്തിൻ്റെ സംരക്ഷണ ഭിത്തി, അത് ഇവിടെ നേരത്തെ ഒരു മലയായിരുന്നു. നമ്പ്യാപറമ്പിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് അഗാധമായി മലയിടിച്ച് ഇത് കട്ടിങ് വന്നപ്പോൾ, എൻ്റെ വീടിൻ്റെ പുരയിടത്തിന് ചുറ്റും ഇങ്ങനെ കട്ടിങ് വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പുള്ളി അത് കെട്ടിത്തന്നതാണ് കോൺക്രീറ്റ്. അത് ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോയി എൻ്റെ പുരയിടത്തിനും എൻ്റെ വീടിനും
നാശനഷ്ടങ്ങൾ ഇനി ഒരു ഇതുണ്ടായാൽ എൻ്റെ വീടിന് വരെയും ഇതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ബന്ധപ്പെട്ട മേലധികാരി ഇതിൽ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് കൃഷിക്കും നാശം സംഭവിച്ചു. ഇതിന് സമീപം നിന്നിരുന്ന ജാതിമരങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. മഴ കനത്തതോടെ ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട്. പാതയോരത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കനത്ത മഴ പെയ്യുമ്പോൾ ആശങ്കയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് റിസർച്ച് സെന്ററും മൾട്ടി ജിമ്മും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന് മുൻപിൽ കേരളത്തിലെ കോളേജുകൾ മുൻപന്തിയിലാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. മികച്ച കോളേജുകളിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജും മുന്നിട്ടു നിൽക്കുന്നു. 2 പതിറ്റാണ്ടിനിടെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഇവിടെ ലഭ്യമാക്കി. കോളേജിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ജൂലൈയിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ സർവകലാശാലകളും കോളേജുകളും നാക് അക്രഡിറ്റേഷൻ എത്രയോ വലിയ ബഹുമതിയാണ് നമുക്ക് നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അക്കാരണത്തിലാണ് പണ്ട് വിദ്യാഭ്യാസം ഒരുപക്ഷെ കോട്ടയത്തേക്കും അതല്ലെങ്കിൽ മറ്റിതര മേഖലയിലേക്കൊക്കെ പോയി ചെയ്തിരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത്. അതിന് ഉതകുന്ന സമീപനം ഈ കോളേജിനെ സംബന്ധിച്ച് എനിക്ക് നല്ലവണ്ണം നിശ്ചയമുണ്ട്. അലക്ഷി സാറ് ആണ് ഞാൻ ആദ്യം വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ജാഗ്രതയുള്ള പ്രവർത്തനം നന്നായിട്ട് അമ്പരപ്പിച്ചിട്ടുണ്ട്. അവിടെ തുടങ്ങിയ കണ്ണൻ സാറും ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നക്കാരും അധ്യാപകരും എല്ലാം ഒരു ഗവൺമെന്റ് സർവീസിലെ അധ്യാപകരെ പോലെ മാത്രമല്ല കണക്കാക്കിയിട്ടുള്ളത്. ഇത് തങ്ങളൊരു സ്ഥാപനമാണെന്ന് കരുതി അവർ ജോലി ചെയ്യുക. ഇവിടുത്തെ കുട്ടികളും മിടുക്കരാണ്. സംഘടനാ രാഷ്ട്രീയമൊക്കെ സജീവമാവും. അതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ സംഘടനാ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പക്ഷേ കോളേജിന്റെ ഡെവലപ്മെന്റ്സിനും പ്രവർത്തനത്തിനും ഇവിടുത്തെ കുട്ടികളുടെ കൂട്ടായ സഹകരണം എക്കാലത്തുണ്ടായിട്ടുണ്ട്. അവിടെ നമ്മുടെ നാടിനെ ഒരു വലിയ അമൂല്യ സ്വത്താണ്. ഒരു നാടിന്റെ വികസന കാഴ്ചപ്പാടിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരമാണ്. കുട്ടികൾ നല്ല സാക്ഷരതാബോധമുള്ളവരെ വളരുക. കേരളം അതിന് വലിയ മാതൃകയാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സൂചികയാണ് ഏറ്റവും മുമ്പിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണല്ലോ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. MG സർവകലാശാല BSc മാത്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ നൂപ അനൂപിനെ ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും നൽകി പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ ഷാജി കുത്തോടിയിൽ, ഷമീജ് കെ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉസി അലൂഷ്യസ്, സുരേഷ് PS, ഡോക്ടർ സെനോ ജോസ്, ഡോക്ടർ ഷാബു SJ, ഡോക്ടർ ജോബിൻ സഹദേവൻ, അനു പങ്കജ്, ടോജി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ കലാ, സാഹിത്യ, സാംസ്കാരിക, കായിക, സിനിമാ രംഗത്തുള്ളവരുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു. ജൂൺ 15-ന് അണക്കര SN ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരുടെ സംഗമം ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിൽ 15-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2-ന് അണക്കര SN ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അണക്കരയിലെ കാഴ്ച സാംസ്കാരിക വേദിയുടെയും ജാലകം ലൈബ്രറി, ടൊർണഡോസ്, ദേശാഭിമാനി, യുവതാര എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും. കാഴ്ച സാംസ്കാരിക വേദിയും ജാലകം ലൈബ്രറിയും ടൊർണഡോസ് ക്ലബ്ബും ദേശാഭിമാനി റിക്രിയേഷൻ ക്ലബ്ബും യുവതാര യൂത്ത് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മുടെ ജില്ലക്കകത്തെ എഴുത്തുകാർ, കലാ സാംസ്കാരിക രംഗത്തുള്ളവർ, കായിക രംഗത്തുള്ളവർ, സിനിമാ മേഖലയിലുള്ളവർ, ഒപ്പം വൈവിധ്യ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ്. ജില്ലയിലെ സർഗാത്മക നക്ഷത്രങ്ങൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരൻ ശ്രീ ബെന്യാമിനാണ്. ഒപ്പം ജില്ലാ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ CV വർഗീസ്, പ്രമുഖ മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജചന്ദ് നീർണാക്കുന്നൽ, ഒപ്പം ദ്രോണാചാര്യ തോമസ് മാഷ് അടക്കം നൂറുകണക്കിന് വരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ കണ്ടുചേരും. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സാംസ്കാരിക ഇടങ്ങളും നമ്മുടെ നാടിൻ്റെ
കലായിടങ്ങളും സാമൂഹിക ഇടങ്ങളും ദുഗ്ധിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർണക്കുന്നേൽ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, മാധ്യമപ്രവർത്തകൻ TM ഹർഷൻ, ദ്രോണാചാര്യ KP തോമസ് എന്നിവർ സംസാരിക്കും. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സുനുയസ് തങ്കമ്മയുടെ ഇറച്ചിക്കൊലപാതകം എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ ചർച്ചയും നടക്കും. വാർത്താസമ്മേളനത്തിൽ S സുധീഷ്, ബാബു സുരഫി, ജയൻ കുഴിക്കാട്ട, PK രാമചന്ദ്രൻ, മെറീന ജോൺ എന്നിവർ പങ്കെടുത്തു. ഹന്ന ഇവാന മ്യൂസിക് പ്രൊഡക്ഷൻസിന്റെ പുതിയ മ്യൂസിക്കൽ വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. നോവുകൾ എന്ന ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജെയ്സൺ ആണ്. മഴത്തുള്ളികൾ തീരാതെരിയുന്നു നെഞ്ചിൽ നെരിപ്പോടുകൾ അകലേക്കു നോക്കി നീ തിരയുന്നതാരെ അണപൊട്ടിയൊഴുകുന്നതറിയുന്നതാരെ നിറയുന്നു നിന്നിൽ നോവുകളുയരുന്നു. മേരിക്കുട്ടി അഗസ്റ്റിന്റെ രചനയിൽ സംഗീതം പകർന്ന് ആൽബത്തിലെ ഗാനം പാടിയിരിക്കുന്നത് അജു ജേക്കബ് ആണ്. സംവിധാനത്തിന് പുറമെ ക്യാമറയും എഡിറ്റിംഗും ജെയ്സൺ തന്നെ നിർവഹിച്ചിരിക്കുന്നു. ആക്ഷൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ് നോവുകൾ എന്ന മ്യൂസിക് ആൽബത്തിലൂടെ പറയുന്നത്. മഴത്തുള്ളികൾ തീരാതെരിയുന്നു നെഞ്ചിൽ നെരിപ്പോടുകൾ. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ എന്നിവിടങ്ങളിലാണ് ഗാനം ചിത്രീകരിച്ചത്. MC ബോബൻ, ഡെന്നി ടോം സേവ്യർ, മനു ആഷ്ലി, ആൻജിയ, അതിഥി, ബേബി ജെനീലിയ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ജോയിസ്, ജിത്തു, ബോബിൻ ജോയി, ഷിജോ ഫിലിപ്പ്, ജയകുമാർ, ശ്യാംലാൽ, പ്രമോദ് എന്നിവരാണ് സാങ്കേതിക പ്രവർത്തകർ. റെക്കോർഡിംഗ് ജേക്കബ് സ്റ്റുഡിയോ, കുവൈറ്റ്. റെക്കോർഡിംഗ് എഞ്ചിനീയർ ബിജു ജേക്കബ്. നിർമ്മാണം മേരിക്കുട്ടി അഗസ്റ്റിൻ നിർവഹിച്ചിരിക്കുന്നു. അകലേക്കു നോക്കി നീ തിരയുന്നതാരെ അണപൊട്ടിയൊഴുകുന്നതറിയുന്നതാരെ നിറയുന്നു നിന്നിൽ നോവുകളുയരുന്നു നിറയുന്നു നിന്നിൽ നോവുകളുയരുന്നു. കല്ലാർകുട്ടി ടൗണിനരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡ് അടിമാലി കുമളി ദേശീയപാതയുമായി സംഗമിക്കുന്നത് കല്ലാർകുട്ടി ടൗണിലാണ്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. ഈ സാഹചര്യത്തിലാണ് ടൗണിന് അരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. കല്ലാർകുട്ടി ടൗണിൽ മൂന്നുംകൂടിയ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ അടിമാലിക്ക് പോകുന്ന ദേശീയപാതയിൽ, കുമളി അടിമാലി ദേശീയപാതയിൽ തന്നെ ടൗണിനോട് ചേർന്ന് ഒരു മൺതിട്ട പണ്ടുണ്ടായിരുന്നതാണ്, ഇടിഞ്ഞു വന്നിരിക്കുന്ന രീതിയിലാണ് അതിരിക്കുന്നത്. ഈ മൺതിട്ട ഒരു തുരുത്ത് പോലെ നിൽക്കുന്ന ഇത് പെട്ടെന്ന് കാട് വളരുകയും രണ്ട് ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കാതെ ഇത് വലിയ അപകടം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് എത്രയും പെട്ടെന്ന്
ഈ മൺതിട്ട റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കോരി മാറ്റി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കണം. എത്രയും പെട്ടെന്ന് ഇതിൽ ശ്രദ്ധ പതിക്കണമെന്നാണ് പറയാനുള്ളത്. കൊടും വളവോടുകൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും ശുചിമുറി മാലിന്യം ശേഖരിച്ച ശേഷം നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ തള്ളിയ സംഭവത്തിൽ നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത്. മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് 6 ലക്ഷം രൂപ പിഴ ചുമത്തി. ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിലും പരാതി നൽകി. മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു പരാതികൾക്ക് ഇടവരുത്തിയ സംഭവം നടന്നത്. മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും സംസ്കരിക്കുവാനായി ശേഖരിച്ച ശുചിമുറി മാലിന്യമാണ് നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ തള്ളിയത്. മാലിന്യം നിക്ഷേപിച്ചു പോകും വഴി സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വാഹനം മൂന്നാർ ടൗണിൽ വെച്ച് തടഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെ മാലിന്യം തേയിലത്തോട്ടത്തിൽ തള്ളിയതായി സമ്മതിച്ചു. പിന്നീട് പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടു. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും മാലിന്യം തള്ളിയതായി ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി കൈക്കൊണ്ടത്. മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് 6 ലക്ഷം രൂപ പിഴ ചുമത്തി. ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിലും പരാതി നൽകി. മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. ஒரு டேங்கர் லாரி செப்டிக் டேங்க் வேஸ்ட் இறக்கிட்டு வந்து நிற்கின்னு சொல்லி தடைஞ்சிட்டு கூப்பிட்டாங்க. நாங்கள் போயிருந்தோம். போய் பரிசோதிச்சதில் அவங்க செப்டிக் டேங்க் வேஸ்ட்டு வந்து தேயிலைக்காட்டுக்குள்ளே ஒழிச்சு விட்ருக்காங்கிறது தெரிஞ்சிச்சு. அப்போ நாங்கள் அதுக்கு பஞ்சாயத்தில் வந்து 50,000 ரூபா ஃபைன் அடிச்சுட்டு அந்த வண்டியை ஆர்டிஓட்ட ஏற்பிச்சிருக்கோம். வண்டியை பற்றிக்குள்ள நடவடிக்கை வந்து ஆர்டிஓ செய்வார். நாங்கள் வந்து பஞ்சாயத்துக்கு எங்களுக்கு வந்து மினிமம் செப்டிக் டேங்க் வேஸ்ட்டு ரோட்லேயோ இப்போ பப்ளிக் இடத்துலையோ விடுறவங்களுக்கு 50,000 രൂപ മിനിമം ഫൈൻ അടിക്കാൻ சொல்லியிருக்காங்க. அந்த ഫൈൻ நாங்கள் ഈടാക്കിயிருக்கோம். ആളൊഴിഞ്ഞ ഇടങ്ങളിൽ തള്ളുന്ന മാലിന്യം മഴ പെയ്യുന്നതോടെ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും കലർന്നാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ ഇടവരുത്തും. സംസ്കരണത്തിനായി ശേഖരിക്കുന്ന ശുചിമുറി മാലിന്യം ഇത്തരത്തിൽ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ നിക്ഷേപിക്കുന്ന സംഭവം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചിത്തിരപുരം മേഖലയിൽ നിന്നും സമാന രീതിയിലുള്ള ചില പരാതികൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. തങ്കമണി ഇട്ടിക്കവലിയിലെ സാംസ്കാരിക നിലയം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നതായി പരാതി. നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വേദിയാകേണ്ട കേന്ദ്രത്തിലാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. വഴിയോരത്തെ ഈ മാലിന്യ നിക്ഷേപം പകർച്ചവ്യാധികൾക്കും കാരണമാകും. കാമാക്ഷി പഞ്ചായത്തിൽപ്പെടുന്ന ഈട്ടിക്കവലിയിൽ നിർമ്മിച്ചിരിക്കുന്ന സാംസ്കാരിക നിലയമാണ് മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറിയത്. മേഖലയിലെ ജനങ്ങളുടെ ഒത്തുചേരലുകൾക്കും വായനാശീലം വളർത്തുന്നതും ലക്ഷ്യമിട്ട് നിർമ്മിച്ച സ്ഥാപനമാണ് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപ് പൊതുജനങ്ങൾ സംഘടിച്ചു നിർമ്മിച്ച സാംസ്കാരിക നിലയം കൂടുതൽ പുരോഗതി ലക്ഷ്യമിട്ട് പഞ്ചായത്തിന് നൽകുകയായിരുന്നു. തുടക്കത്തിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം പിന്നീട് പൂട്ടുകയും ചെയ്തു. പൂർണ്ണ ബലവത്തായ കെട്ടിടവും ശൗചാലയവുമുള്ള ഇവിടെ നിരവധി പുസ്തകങ്ങൾ വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയാൽ കേന്ദ്രം പൂട്ടിക്കിടക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത്. സാംസ്കാരിക നിലയത്തിന്റെ മുറ്റത്ത് അലക്ഷ്യമായാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. സാംസ്കാരിക നിലയത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം കേന്ദ്രം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തുറന്നു നൽകണമെന്നാണ് ആവശ്യം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്ന പൊതു ക്രോഡീകരണം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു. സാംസ്കാരിക പ്രവർത്തകനും ദർശന മുൻ പ്രസിഡന്റുമായ EJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓരോ സ്കൂളുകളിലും പൊതു ക്രോഡീകരണം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിന്ധു PD അധ്യക്ഷയായിരുന്നു. സാംസ്കാരിക പ്രവർത്തകനും ദർശന മുൻ പ്രസിഡന്റുമായ EJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ലോകത്തെപ്പറ്റി പഠിക്കുന്നതിന് നമുക്ക് വളരെയേറെ സൗകര്യമുള്ളൊരു കാലമാണ്. ഈ സൗകര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ പുറകോട്ട് കൊണ്ടുപോയതും എന്നുള്ളതാണ് വസ്തുത. പണ്ട് നമുക്ക് പഠിക്കാൻ പാഠപുസ്തകം മാത്രമേ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ പാഠപുസ്തകം പഠിച്ചു കഴിഞ്ഞ് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് സാർമാർ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ് നമുക്ക് ധാരാളം സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം കൊടുക്കും. ആഴ്ചയിലൊരു പുസ്തകം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആഴ്ചയിലൊരു പുസ്തകം കിട്ടുമായിരുന്നു. ഈ പുസ്തകമാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ആഴ്ചയിലൊരു പുസ്തകം സ്കൂൾ ലൈബ്രറിയിൽ പോയി എടുക്കാം, ഇത് നിർബന്ധമായി തരുമായിരുന്നു. അങ്ങനെ വായിച്ച പുസ്തകങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം
നിങ്ങളുടെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയാനുള്ള ശേഷിയുള്ളതാക്കുകയും ഞങ്ങൾക്കൊക്കെ ജോലി നേടിത്തരികയും ഒക്കെ ചെയ്തു. ഇന്ന് ഈ സൗകര്യങ്ങളോ എല്ലാം നമ്മുടെ ഉണ്ട്. ഇന്ന് ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെയാണോ ഇടുക്കി ജില്ലയിലാണോ ഏറ്റവും മികച്ച സ്കൂൾ ലൈബ്രറിക്കുള്ള അവാർഡ് കിട്ടിയ ലൈബ്രറിയാണിത്. ഞങ്ങൾ മുരളി സാറിനൊക്കെ കൊടുത്ത പുസ്തകങ്ങളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഈ സൗകര്യങ്ങളൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മൊബൈൽ ഫോണും വീട്ടിലുള്ള ടി വിയും പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുമില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വേണ്ടതല്ല നമ്മൾ കാണുന്നത്, നമ്മൾ വേണ്ടതല്ല വായിക്കുന്നത് എന്നൊരു പ്രശ്നമാണ് നമ്മളുടെ വിദ്യാഭ്യാസ ഗുണമേന്മ പുറകോട്ട് കൊണ്ടുപോയതും സർക്കാരിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നത്. യോഗത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്കായി നൽകിയ ഇ.ജെ. ജോസഫ് എഴുതിയ പുസ്തകങ്ങൾ ഹെഡ്മിസ്റ്റർ സിന്ധു പി.ഡി. ഏറ്റുവാങ്ങി. സീനിയർ അധ്യാപകൻ സിബി എബ്രഹാം ഇ.ജെ. ജോസഫിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സുവർണഗിരി ഗ്രന്ഥശാല പ്രവർത്തകൻ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മലയാളം അധ്യാപിക ഗീത ആർ. പിള്ള രചിച്ച ബോധവൽക്കരണ ഗാനവും പൊതുക്രോഡീകരണത്തിന്റെ വീഡിയോ പ്രസന്റേഷനും നടന്നു. സ്റ്റാഫ് സെക്രട്ടറി സാലിമോൾ ജോസഫ്, സീനിയർ അസിസ്റ്റന്റ് ജൂബി ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ രമ്യ പി.യു, സ്കൂൾ കൗൺസിലർ ഡെല്ല ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാംകുടി കനകക്കുന്ന് സ്വദേശി പൂന്തുരുത്തിൽ ബെന്നി പ്രദേശത്തെ ഒരു മാതൃകാ കർഷകൻ കൂടിയാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് വള്ളികൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുകയാണ് ഇദ്ദേഹം. കനകക്കുന്ന് ഞാറക്കവലിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കാർഷിക നഴ്സറി വഴിയാണ് കഴിഞ്ഞ 20 വർഷക്കാലമായി മേൽത്തരം കുരുമുളക് വള്ളികൾ ബെന്നി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. കരിമുണ്ട, പന്നിയൂർ, കുതിരവാലി, കൊറ്റനാടൻ തുടങ്ങിയ ഇനങ്ങളാണ് ഇദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വിപണിയിലെത്തിക്കുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകർ കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തോപ്രാംകുടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് ബെന്നി പൂന്തുരുത്തിൽ. ഏകദേശം 20 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. എൻ്റെ നഴ്സറി അക്ഷയ കാർഷിക നഴ്സറി എന്നുള്ളത് ഗവൺമെൻറ്റിൽ രജിസ്റ്റേർഡ് നഴ്സറിയാണ്. ഈ 1 ലക്ഷം കവറോളം വിവിധ ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികളാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ, കൊറ്റനാടൻ, കുതിരവാലി തുടങ്ങിയ കൊടിയ ഇനങ്ങളാണ് ഉള്ളത്. ഇടുക്കി ജില്ലയിലെയും മറ്റ് ജില്ലകളിലെയും ആളുകൾ കർഷകർ വന്ന് നേരിട്ട് എൻ്റെ നഴ്സറിയിൽ നിന്ന് കുടിത്തല വാങ്ങുന്നു. അതോടൊപ്പം തന്നെ വിവിധ നഴ്സറിക്കാരും അവർക്ക് വിൽപ്പനയ്ക്ക് ആവശ്യമായ കുടിത്തലകൾ നഴ്സറിയിൽ വന്ന് സംഭരിക്കുന്നു. ഇത്തവണ കൂടുതൽ കുരുമുളക് വള്ളികൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. മാതൃകാ കർഷകൻ കൂടിയായ ബെന്നി 2 ഏക്കർ സ്ഥലത്ത് കുരുമുളകിന്റെ പ്രദർശനത്തോട്ടം കൂടി പരിപാലിക്കുന്നുണ്ട്. എഴുകുംവയലിൽ നാട്ടുകാരെ ദുരിതത്തിലാക്കിയ സ്വകാര്യ വ്യക്തിയുടെ പുൽകൃഷി നീക്കം ചെയ്ത പൊതുപ്രവർത്തകരും നാട്ടുകാരും. റോഡിന് ഇരുവശത്തും മണ്ണിട്ടുയർത്തി പുൽകൃഷി നടത്തിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് പാതയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായതോടെയാണ് നാട്ടുകാരുടെ ഇടപെടൽ. നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് നാട്ടുകാർ സംഘടിച്ചെത്തിയത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 18, 19 വാർഡുകളുടെ അതിർത്തിയിലുള്ള കൗന്തി, കൈലാസ് നഗർ, കുട്ടൻകവല റോഡിലാണ് ഈ വെള്ളക്കെട്ട്. 2018-19 കാലഘട്ടത്തിൽ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 മീറ്റർ വീതിയിൽ പണി പൂർത്തീകരിച്ച റോഡിലാണ് സ്വകാര്യ വ്യക്തി പുൽകൃഷി നടത്തിയത്. ഇതോടെ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കാൽനട യാത്ര പോലും അസാധ്യമാകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകുകയും അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളായ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിക്കുകയുമായിരുന്നു. കൗന്തി കുട്ടൻകവല റോഡ് 8 വർഷം മുമ്പ് പണി പൂർത്തീകരിച്ചതാണ്. എന്നാൽ ഈ റോഡിൻ്റെ സൈഡ് ഇവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തി കൈകാര്യം 2 സൈഡുകളും പുല്ല് വെച്ച് 8 മീറ്റർ റോഡ് അത് 2 മീറ്റർ പോലും ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. പുല്ല് വളർന്നു കഴിയുമ്പം പ്രദേശവാസികൾ നടന്നു പോകാൻ പറ്റുന്ന ഒരു വീതി പോലും റോഡിന് ഇല്ലാതാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി തവണ പഞ്ചായത്തിലും വിവിധ വകുപ്പ് തലത്തിലും പരാതി കൊടുത്തിട്ടും ശക്തമായൊരു നിലപാട് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കാതെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടായി വീണ്ടും പഞ്ചായത്തിൽ തന്നെ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ശ്രീ ജയകുമാറും അവിടുത്തെ ജീവനക്കാരും വരികയും അതിന് പെട്ടെന്നൊരു നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സൈഡിലെ പുല്ലുകൾ JCB ഉപയോഗിച്ച് മാറ്റുകയും വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടി സൈഡിലെ ഓട പുനർനിർമ്മിക്കുകയും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ചു. പ്രദേശവാസികളുടെ പരാതി നിരന്തരം ഉണ്ടായിട്ട് പഞ്ചായത്തിന് നോട്ടീസ് നിരവധി തവണ നോട്ടീസ് റോയിക്ക് കൊടുത്തിട്ടുള്ളതാണ്. റോയി ആ നോട്ടീസിന് യാതൊരുവിധ മാനദണ്ഡങ്ങളും കൽപ്പിക്കാതെ വീണ്ടും പുൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇൻചാർജാണ് ഞാനിപ്പോൾ വഹിക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ ജൂനിയർ സൂപ്രണ്ട് പ്രവീൺ ധനപാലനുണ്ട്, വാർഡ് ക്ലർക്ക് റെനിതയുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ വന്ന് പ്രദേശവാസികളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ ഈ പ്രദേശം സന്ദർശിപ്പിച്ച് ഇവിടുത്തെ അപകടാവസ്ഥ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ JCB വിളിച്ച് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സർവ്വ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ജനകീയ സമിതി ഭാരവാഹികളായ സാബു മാലിയിൽ, മിലൻ ജേക്കബ്, ശ്രീജിത്ത് MR, ബൈജു ജോസഫ്, സന്തോഷ് മണി, ലിൻസ് ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ സംഘടിച്ചെത്തിയത്. കാഞ്ചിയാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. MA ഇംഗ്ലീഷിൽ നെറ്റും PhDയും മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷയും ബയോഡേറ്റയും ജൂൺ 21 ശനിയാഴ്ചയ്ക്ക് മുമ്പായി jpm@jpmcollege.ac.in എന്ന ഇമെയിലിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9562034555 എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അടിമാലി ടൗണിൽ നിന്ന് നോക്കിയാൽ മനോഹര കാഴ്ചയൊരുക്കുന്ന വെള്ളച്ചാട്ടമാണ് തലമാലി വെള്ളച്ചാട്ടം. മൺസൂൺ എത്തിയതോടെ തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്നും വേണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും. അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ്. മഴ കനത്ത് പെയ്തതോടെ വേനലിൽ വരണ്ട തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്നും വേണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. ടൗണിൽ നിന്നും അപ്സരക്കുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ. അടിമാലി ടൗണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം. വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തും ഭംഗി തിരികെ പിടിക്കും. അടിമാലി ടൗണുമായി തൊട്ടുരുമി ഒഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്കെത്തുന്നവർ ചുരുക്കമാണ്. സന്ദർശകരുടെ കാര്യമായ സാന്നിധ്യമില്ലാത്തതിനാൽ വെള്ളം തല്ലി ഒഴുകുന്ന ഉരുളൻ കല്ലുകൾക്ക് പോലും വല്ലാത്തൊരു തനിമയുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 117, വിൽപ്പനയ്ക്ക് വന്നത് 22,207, വിൽപ്പന നടന്നത് 21,839. കൂടിയ വില 2,996, ശരാശരി വില 2,405. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,400, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,295 രൂപ, വെള്ളി 120.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പീരുമേട് പ്ലാക്കത്തടുത്ത് ആദിവാസി സ്ത്രീ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത. സംഭവത്തിൽ പ്രതിഷേധിച്ച CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം. വണ്ടിപ്പെരിയാറിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. വണ്ടിപ്പെരിയാറിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചു. കേസിൽ പ്രതിയായ വൈശാഖ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. ഇയാളുടെ മൊബൈൽ ഫോൺ, ക്യാമറകൾ, സിം കാർഡ്, പെൻഡ്രൈവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയത്തിലും പ്രാവീണ്യം നൽകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി. സ്കൂളിൽ ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിക്കുമെന്നും റോഷി അഗസ്റ്റിൻ. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. പദ്ധതി തുടങ്ങിയത് സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത പഴങ്ങൾ വിൽപ്പന നടത്തുകയെന്നതിനൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തി. തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്ന് ആക്ഷേപം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.